ദേശീയ വാർത്തകളിലേക്ക് കടന്നാൽ കർണാടകയിൽ ഡി.കെ. ശിവകുമാറിന്റെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാക്കി കോൺഗ്രസിലെ ഒരു വിഭാഗം. ശിവകുമാർ മുഖ്യമന്ത്രിയാകട്ടെ എന്ന് മുതിർന്ന നേതാവ് വീരപ്പ മൊയ്ലി പ്രതികരിച്ചപ്പോൾ ഡിസംബർ മാസത്തിന് മുൻപ് മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു എം.എൽ.എ. ബസവരാജു ശിവഗംഗയുടെ പ്രസ്താവന. ഇ.ആർ. രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. ഇ.ആർ. ഇതിപ്പോൾ നേരത്തെ മുതൽ ഉണ്ടായ ഒരു ആവശ്യമാണ്, ഈ അഭിപ്രായ ഭിന്നതയൊക്കെയാണ്. ഇത് കർണാടകയിലെ കോൺഗ്രസിനെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും? കോൺഗ്രസ് രാഷ്ട്രീയത്തെ ആര്യ, 2023 മെയ് മാസത്തിലാണ് കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതും കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതും. അന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് വലിയ വടംവലി ഉണ്ടായിരുന്നു. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഉപമുഖ്യമന്ത്രി പദവി ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് ഡി.കെ. ശിവകുമാർ സമ്മതിച്ചത്. അദ്ദേഹവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചിരുന്നു. അന്ന് മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് 2.5 വർഷത്തെ ഒരു ഡീല്. കോൺഗ്രസ് നേതൃത്വം അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ നേതാക്കൾക്കിടയിലൊക്കെ തന്നെ ഇത്തരം സംസാരമുണ്ട്. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 2 വർഷം ആകുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഈ ആവശ്യം ഈ ഘട്ടത്തിൽ ശക്തമാകുന്നത്. ഇപ്പോൾ വീരപ്പ മൊയ്ലി മുൻ മുഖ്യമന്ത്രി കൂടിയാണ് അദ്ദേഹമാണ് ഇന്നലെ ഉടുപ്പിയിലെ ഒരു പരിപാടിയിൽ എത്രയും വേഗം ഡി.കെ. ശിവകുമാർ മുഖ്യമന്ത്രി പദത്തിൽ എത്തട്ടെ എന്നൊരു പരാമർശം നടത്തിയത്. മാത്രവുമല്ല, താനാണ് ഡി.കെ. ശിവകുമാറിന് ആദ്യമായി സീറ്റ് നൽകിയത് എന്ന പ്രസ്താവന കൂടി വീരപ്പ മൊയ്ലി നടത്തിയിട്ടുണ്ട്. പാർട്ടിയെ ഒറ്റക്കെട്ടായി നയിക്കുന്നതിൽ ഡി.കെ. ശിവകുമാർ വലിയ വിജയം എന്ന പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. ഇതിന് കൂടാതെ ഡി.കെ. ശിവകുമാറിനൊപ്പം നിൽക്കുന്ന ചില എം.എൽ.എമാരും സമാനമായ രീതിയിലുള്ള പ്രസ്താവന നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഡിസംബർ മാസത്തിന് മുൻപ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലെത്തും എന്ന പ്രസ്താവനയാണ് ഇപ്പോൾ ബസവരാജു ശിവഗംഗ എം.എൽ.എ. ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ 2.5 വർഷ കാലാവധി നോക്കുകയാണെങ്കിൽ അത് നവംബർ മാസത്തിൽ അവസാനിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഡി.കെ. ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരു ആവശ്യം ചില എം.എൽ.എമാർ, അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന എം.എൽ.എമാർ എന്തായാലും ഈ ആവശ്യം ശക്തമാക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി കർണാടക കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിപ്പോൾ മുഖ്യമന്ത്രിയെ സിദ്ധരാമയ്യെ മാറ്റണമെന്ന ആവശ്യം മാത്രമല്ല, KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഡി.കെ. ശിവകുമാറിനെ മാറ്റണമെന്ന ആവശ്യവും മറുവിഭാഗത്ത് ശക്തമായി തുടരുന്നുണ്ട്. ജി പരമേശ്വര, നിലവിൽ അദ്ദേഹം മന്ത്രിയാണ്, മുൻ KPCC അധ്യക്ഷനാണ്. അദ്ദേഹം അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി ഉപമുഖ്യമന്ത്രി സ്ഥാനവും KPCC അധ്യക്ഷ പദവിയും ഒരാൾ വഹിക്കരുതെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ദളിത് വിഭാഗത്തിനൊരു നേതാവിനെ KPCC അധ്യക്ഷനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഡി.കെ. ശിവകുമാറിന് അനുകൂലമായും എതിരായും നീക്കങ്ങൾ കർണാടക കോൺഗ്രസിൽ ശക്തമായി നടക്കുന്നുണ്ട്. എങ്കിൽ പോലും 2.5 വർഷത്തെ ഒരു ടേം അത് സിദ്ധരാമയ്യ നിലവിലെ സാഹചര്യത്തിൽ അംഗീകരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് സാധ്യത. ശരി.